ഒരു ചെറിയ ഗ്രാമത്തിലെ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്നങ്ങനെ ആലോചിച്ചു കൂട്ടും. തനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും ആ കുട്ടി അതേക്കുറിച്ച് കൂടുതൽ ആലോചിച്ചു കൊണ്ടിരിക്കും. ഈ ഓവർ തിങ്കിങ് കാരണം എപ്പോഴും മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് അവനോട് പറഞ്ഞു, ഇവിടെ അടുത്തൊരു ഡോക്ടറുണ്ട്, നീ പോയിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണ്, അദ്ദേഹം നിന്റെ പ്രശ്നം തീർത്തു തരും. അങ്ങനെ ആ കുട്ടി ഡോക്ടറെ കാണാൻ പോവുകയും തൻ്റെ പ്രശ്നം എന്താണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഈ പ്രശ്നം കേട്ടപ്പോൾ ഡോക്ടർ എണീറ്റ് തൻ്റെ റൂമിനുള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഒന്നും പറയാതെ ഡോക്ടർ അങ്ങനെ പോയപ്പോൾ ഈ കുട്ടിയുടെ ഉള്ളിൽ വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായി. അതെന്താ അദ്ദേഹം ഒന്നും പറയാതെ പോയത്? പക്ഷെ എന്നാലും ആ കുട്ടി അവിടെ തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ ഒരു മൺപാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ കുട്ടിയുടെ അടുത്ത് വന്നു. എന്നിട്ട് അവനോട് ചോദിച്ചു, ഈ ഗ്ലാസ്സിന് എത്ര വെയിറ്റ് ഉണ്ടാകും? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് കറക്റ്റ് അറിയില്ല, എന്തായാലും കുറച്ച് വെയിറ്റേ ഉണ്ടാവുള്ളൂ. ഡോക്ടർ കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞു, എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ കുറച്ചു നേരം ഇങ്ങനെ പിടിച്ചിരുന്നാൽ എന്താ സംഭവിക്കുക? കുട്ടി പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് 1 മണിക്കൂർ ഇങ്ങനെ പിടിച്ചു നിന്നാലോ? കുട്ടി പറഞ്ഞു, താങ്കളുടെ കൈ വേദനിക്കാൻ തുടങ്ങും. ഡോക്ടർ വീണ്ടും ചോദിച്ചു, അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു ദിവസം ഫുള്ള് പിടിച്ചു നിന്നാലോ? അവൻ പറഞ്ഞു, അപ്പോൾ താങ്കളുടെ കൈ ഭയങ്കരമായിട്ട് വേദനിക്കും, മസിലൊക്കെ ടെൻസ്ഡ് ആകും, ഒരു പക്ഷെ കൈക്ക് വൈകല്യം വരെ സംഭവിക്കാം. ഇത് കേട്ടപ്പോൾ ഡോക്ടർ ചോദിച്ചു, അപ്പോൾ ശരി, അതെന്താ അങ്ങനെ? ഗ്ലാസിന് വെയിറ്റ് ഒന്നും കൂടിയിട്ടില്ലല്ലോ. കുട്ടി പറഞ്ഞു, വെയിറ്റ് കൂടിയിട്ടല്ല, പക്ഷേ കൂടുതൽ നേരം അതിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. ഡോക്ടർ വീണ്ടും ചോദിച്ചു, അപ്പോൾ ഞാൻ ഈ വേദന മാറ്റാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ? ആ ഗ്ലാസ് താഴെ വെക്കണം, കുട്ടി പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, വളരെ ശരിയാണ്, ഇതുപോലെ തന്നെയാണ് ലൈഫിലെ പ്രോബ്ലംസും. നമ്മൾ കുറച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ കുറച്ചു നേരം നമ്മൾ ഇതിനെപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമുക്ക് കൂടുതൽ വേദന മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. നമുക്ക് മുമ്പ് പറ്റിയ മിസ്റ്റേക്കിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിനേക്കാളും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മിസ്റ്റേക്കിൽ നിന്നും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ ഒരു കാര്യത്തിൽ തന്നെ മുറുകെ പിടിച്ചിരുന്നാൽ നമ്മുടെ കയ്യിലെ ഗ്ലാസ് പോലെ വേദന മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ചെയ്ത ഒരു തെറ്റായ കാര്യത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുകയാണെങ്കിൽ ഇന്നു മുതൽ ആ ഒരു മിസ്റ്റേക്ക് ആവർത്തിക്കാതിരിക്കാനായി ശ്രമിക്കണം. സോ വിഷമിക്കുന്നത് നിർത്തുക ആൻഡ് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക.